1986 ബഹുമാനപ്പെട്ട മാത്യു നായിക്കാമ്പറമ്പിലച്ചൻ ഇവിടെ നടത്തിയ കൺവെൻഷനിൽ ഈ നിൽക്കുന്ന ചേച്ചിയുടെ അനുജത്തി വലിയൊരു സൗഖ്യം പ്രാപിച്ചു. അന്ന് അനുജത്തി ചേർത്തിയ ആ ചേച്ചി 9ൽ പഠിക്കുന്ന സമയമാണ്. ഭയങ്കര ശ്വാസം മുട്ടൽ. അപ്പോൾ അന്ന് ചികിത്സയൊക്കെ കുറവാണ്. ശ്വാസതടസ്സം മൂലം ചേടത്തി മുടിയൊക്കെ വലിച്ചു പറിക്കാനായിട്ട് തുടങ്ങുന്നു. ഇപ്പം ഇവർ പോലും പ്രാർത്ഥിച്ചു ഈ ചേച്ചി മരിച്ചു പോയാൽ മതി, കാരണം ഇതിൻ്റെ സഹനം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇവിടെ വന്ന് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ആ ദിവസം തന്നെ ആ സഹോദരി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് അവരുടെ വീട്ടിൽ. ചേച്ചിന് കൈപൊക്കി കാണിച്ചാരെ, പറഞ്ഞതൊക്കെ ശരിയാണല്ലോ അല്ലേ? ആ, ഹല്ലേലൂയ. ഈ അച്ഛൻ നമുക്ക്, അതായത് കർത്താവ് ഇറങ്ങി വന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണണം. അത്രയ്ക്ക് വലിയ അത്ഭുതമാണ് അന്ന് നടന്നത്. 82 തുടങ്ങി 86 വരെ ഞങ്ങൾ ചേച്ചി മരിച്ചു പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ 86 മെയ് 26 അച്ഛൻ നടത്തിയ അവിടെ വിൻസെൻഷൻ ആശ്രമത്തിൽ നടത്തിയതാണ്. പക്ഷേ അവിടെ അച്ഛൻ ധ്യാനത്തിൽ മാറുന്നില്ല. ഈ അച്ഛനും ഗ്രൂപ്പും കൂടി, അതായത് ഒരു ദിവസം 24 മണിക്കൂർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മാറ്റി വീട്ടിൽ വന്ന് ആളെ കൊണ്ടുവന്നാക്കി. അതായത് വാപ്പാലശ്ശേരി എന്ന നാട്ടിലാണ് അത്. വിൻസെൻറ്റിന്ന് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ആളെ കൊണ്ടുവന്നാക്കി കട്ടൻ കാപ്പി തിളപ്പിച്ച് മേടിച്ച് കുടിച്ച് അവിടെ എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഒരു കുഞ്ഞ് പാളയംകുടം പഴം, അത് ഇന്നും ഞാൻ മറക്കില്ല.